ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ അത്യുന്നത നാമം ഇന്നുമെന്നും നമുക്ക് സങ്കേതവും കോട്ടയും ബലവുമായിരിക്കട്ടെ. ഇത്രത്തോളം നമ്മൾ വഴി നടത്തിയ ദൈവം മേലാലും നമ്മളെ തൻ്റെ കൃപയാലും കരുണയാലും വഴി നടത്തുവാൻ അവിടുത്തെ കരുണയിലും കൃപയിലും നമുക്ക് ആശ്രയിക്കാം. അവിടുത്തെ ബലമുള്ള കൈക്കീഴെ നമുക്ക് താണിരിക്കാം. നാം സങ്കീർത്തന പുസ്തകങ്ങളുടെ അവസാന ഒരു അനുഭവത്തിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മളിത് തീരുന്നു എന്ന് പറയുമ്പോഴും ഇത് നമ്മളിലെല്ലാം തുടങ്ങുന്ന ഒരനുഭവം, തീരാത്ത സ്തുതികളായി, തീരാത്ത അനുഭവങ്ങളായി, നിലനിൽക്കുന്ന ദൈവിക ബന്ധമായി നിത്യതയോളം തുടർന്നെത്തുന്ന ഒരു ജീവബന്ധിയായ ഒരു അനുഭവത്തിലേക്ക് ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധ രൂഹ മാറ്റപ്പെടട്ടെ. അപ്രകാരം രൂപാന്തരം നമ്മളിൽ സംഭവിക്കട്ടെ. ദൈവസ്തുതിയാൽ നമ്മൾ നിറയപ്പെടട്ടെ. ദൈവത്തെ നമുക്ക് രുചിച്ചറിയുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവസ്തുതികളാൽ നിറഞ്ഞിരിക്കുന്നതാണ് ഈ അവസാനത്തിലേക്ക് വരുമ്പോൾ. ആനന്ദതുല്യമായ ആനന്ദഘോഷങ്ങൾ നിറഞ്ഞതായ ഒരു ജീവിതാനുഭവമാണ് ഇവിടെ സങ്കീർത്തകൻ അവസാനമായി നമുക്ക് മുമ്പിൽ കാഴ്ചവെക്കുന്നത്. അത് നമുക്ക് അനുഭവവേദ്യമായി തീരട്ടെ. ഇവിടെ പറയുന്നു, നമ്മൾ ആദ്യം ചിന്തിച്ചു, 1-2 വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. യഹോവയെ സ്തുതിക്കുവീൻ, ദൈവത്തെ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിക്കുവീൻ, അവൻ്റെ ബലമുള്ള ആകാശവിധാനത്തിൽ അവനെ സ്തുതിക്കുവീൻ, അവൻ്റെ വീര്യപ്രവൃത്തികൾ നിമിത്തം അവനെ സ്തുതിക്കുവീൻ, അവൻ്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം അവനെ സ്തുതിക്കുവീൻ. ഇവിടെ നമ്മളാണ് മന്ദിരമെന്ന് പറയും. ദൈവത്തെ അന്വേഷിച്ച് നമ്മൾ എവിടെ പോകണമെന്ന് ചിന്തിക്കും. പഴയ നിയമകാലത്തിൽ യെരൂശലേം ദേവാലയത്തിലേക്ക് അവർ പോകുന്നു. എന്നാൽ പഴയ നിയമത്തിൻ്റെ വെളിപ്പാടല്ല പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തു തന്നെ, ദൈവം തന്നെ മനുഷ്യവേഷമെടുത്ത് ഭൂമിയിലേക്ക് വന്ന് അവൻ നമ്മുടെ വിശ്വാസം നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്ന ഒരു അനുഭവം. നമ്മൾ തന്നെ അവൻ്റെ മന്ദിരങ്ങളായിട്ട് മാറ്റപ്പെടുന്ന അനുഭവമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു സാധാരണ ഒരു ചൊല്ലുണ്ട്, തോയം തേടി മുങ്ങണോ മത്സ്യം, വായു വിരഞ്ഞു പറക്കണോ പക്ഷിയെന്ന്. തോയം തേടി അലയണോ മുങ്ങണോ മത്സ്യമെന്ന്. വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യം വെള്ളം തേടി മുങ്ങണ്ടല്ലോ, അത് വെള്ളത്തിൽ തന്നെയല്ലേ കിടക്കുന്നത്. അത് പറഞ്ഞ പോലെ വായു തേടി പറക്കണോ പക്ഷിയെന്ന്. പക്ഷി പറക്കുന്നത് വായുവിലാണല്ലോ. അപ്പോൾ വായു വിരഞ്ഞ് പറക്കണോ പക്ഷി. ഇങ്ങനെ സമാനമായ പല വാക്കുകളുണ്ട് അതിനോട് ചേർത്തുള്ളത്. ഇവിടെ പറയുന്നപ്പോൾ മത്സ്യം ആ വെള്ളത്തിൽ തന്നെയാണ് അത് കിടക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഭൂമി യഹോവയുടെ ദയ കൊണ്ട് നിറഞ്ഞിരിക്കും നമ്മൾ വായിക്കുന്നുണ്ട്. വീണ്ടും 139 സങ്കീർത്തനം നമ്മൾ കണ്ടു, ദൈവത്തിൽ നിന്ന് മറഞ്ഞിരിപ്പാൻ ആർക്ക് കഴിയും? സ്വർഗത്തിൽ കറിയുന്ന അവിടെയുണ്ട്, പാതാളത്തിൻ്റെ കിടക്ക് പിരിച്ചുന്ന അവിടെയുണ്ട്, സമുദ്രത്തിൻ്റെ അറ്റത്ത് വളർത്തുന്ന അവരെയും നിൻ്റെ കൈകൾ എന്നെ നടത്തും. ദൈവം എല്ലായിടത്തുമുണ്ട്, സർവ്വവ്യാപിയാണ് ദൈവം. തൂണിലും തുരുമ്പിലും ദൈവമുണ്ടെന്ന് പറയുന്ന ഒരു സങ്കല്പമല്ല. ദൈവം എല്ലായിടത്തുമുണ്ട്. ദൈവത്തിൻ്റെ സൃഷ്ടിയാണെല്ലാം, ദൈവത്തിൻ്റെ കരുവരുതാണെല്ലാം. ദൈവത്തെ മറിഞ്ഞിരിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ദൈവ സാന്നിധ്യം, ഒമിനിപ്രസൻസ്, സർവ്വവ്യാപിത്വം, അതാർക്കുമില്ല. വിശുദ്ധർക്കുമില്ല, ഒരു മനുഷ്യർക്കില്ല, ഒന്നുമില്ല. അത് ദൈവത്തിന് മാത്രമുള്ളതാണ്. ദൈവത്തിൻ്റെ സർവശക്തിയുടെ ഗുണഗണമാണ്, ആട്രിബ്യൂട്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം. ദൈവത്തിൻ്റെ ദൈവമഹിമയുടെ അനുഭവമാണ് അത് സർവ്വവ്യാപിത്വം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൽ നിന്ന് മറിഞ്ഞിരിക്കാൻ കഴിയില്ല, ദൈവം എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു, യഹോവയെ സ്തുതിക്കണം, അവന് വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിക്കണം. രണ്ടാമത് നമ്മൾ വായിച്ച അവൻ്റെ ബലമുള്ള ആകാശവിധാനത്തിൽ അവനെ സ്തുതിക്കണം. ഈ ആകാശവിധാനം എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന, ആദ്യം നമ്മൾ ചിന്തിച്ചു പുറമേ ബാഹ്യമായ അനുഭവങ്ങളിലേക്ക് പോകണമെന്ന്. എന്നാൽ മറ്റൊരു രീതി കണ്ടാൽ അവർ ഫാദർ ഇൻ ഹെവൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പഴയ നിയമ ട്രാൻസ്ലേഷൻ ആകാശത്തിലിരിക്കുന്ന എന്ന് പറയാം അല്ലേ. ആകാശങ്ങൾ എന്ന് പറയാം, ഹെവൻസ് എന്ന് പറയും, അത് സ്വർഗത്തെയും കൂടെ പ്രതികരിക്കുന്നതാണ്. ഇവിടെ പറയുന്ന ആകാശവിധാനം എന്ന് പറയുന്ന ഹെവൻ, നമ്മുടെ ആരാധന സ്വർഗത്തിലേക്ക് എത്തണം, സ്വർഗീയമായ അനുഭവത്തിലേക്ക്. ദൈവം എവിടെയുണ്ട് അവിടെ സ്വർഗമാണെങ്കിൽ നമ്മുടെ ആന്തരികമായ വിശ്വാസത്തിൽ ദൈവം വസിക്കുമ്പോൾ അവിടെ സ്വർഗീയമായ അനുഭവമാണ്. അങ്ങനെ ദൈവികമായ ബന്ധത്തിൽ നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നമ്മൾ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു എന്ന് എഫേസ് ലേഖനത്തിന് കൊലോസ്യയിലേക്ക് നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഭൂമികളുടെ അവയങ്ങളും ഉയരത്തുള്ളത് തന്നെ ചിന്തിപ്പീൻ. എപ്പോഴും ഉന്നതമായ ചിന്ത. നമ്മൾ ഇവിടെയാണെങ്കിലും നമ്മൾ പറയത്തില്ല എൻ്റെ മനസ്സൊക്കെ അവിടെയാണ്. എന്തെങ്കിലും ഒരു വിശേഷ കാര്യങ്ങൾ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യങ്ങൾ നടക്കുമ്പോൾ, എൻ്റെ മനസ്സെല്ലാം ഇപ്പോൾ അവിടെയാണെന്ന് പറയും. ശരീരം കൊണ്ട് ഇവിടെയാണ്, മനസ്സുകൊണ്ട് അവിടെയാണെന്ന് പറയും. എന്ന് പറയുമ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എപ്പോഴും ചിന്തകളും ബോധ്യങ്ങളും എല്ലാം അത് ദൈവത്തിലായിരിക്കണം. ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ എന്ന് പറയുന്ന ഒരു ഫേസാണ്. ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ ക്രിസ്തുവിലാണ് നമ്മൾ. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണ്ണ ദേഹരൂപമായി വസിക്കുന്നത്. എന്നിൽ വസിച്ചിട്ടല്ലാതെ കൊമ്പിന് ഫലം കായ്ക്കാൻ കഴിയില്ല. ഞാൻ അവനിലും അവൻ എന്നിലും, എല്ലാം അത് ചേർന്നാണ് വരും, പരസ്പര പൂരകങ്ങളായിട്ടാണ്.
അത് വ്യത്യസ്തമാക്കാൻ പറ്റുന്നത്. കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏകാത്മാവാകുന്നു എന്നാണ് പറയുന്നത്. ഒറ്റയ്ക്കൊരു മനസ്സായിട്ട് മാറുക. നാം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ തന്നെ എന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. നാം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാണ്. അപ്പോൾ എല്ലാം ട്രാൻസ്ഫോം ചെയ്യുകയാണ്. നമ്മളിൽ നിന്നും ജഡികത്തിൽ നിന്നും ആത്മീയത്തിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുകയാണ്. ആ രൂപാന്തരം എന്ന് പറയുന്നത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ എന്ന് പറയുന്നു. ദൈവഹിതം എന്നും തിരിച്ചറിയണ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. നമ്മളെ രൂപാന്തരപ്പെടുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും. അപ്പോൾ ഇവിടെ ദൈവസ്തുതി സ്വർഗീയമായ അനുഭവങ്ങളിലേക്ക് കടന്നു ചെല്ലണം. അത് നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റും. ആ സ്വർഗീയ സ്തുതികൾ സ്വർഗീയ മാലഹമാരോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥനകളൊക്കെ പറയാറുണ്ട്. സ്വർഗീയ മാലഹമാരോട് ചേർന്ന് ഞങ്ങൾ സ്തുതിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ സ്തുതി ഇവിടെ നിൽക്കുന്നതല്ല, അത് സ്വർഗീയമായ അനുഭവത്തിലേക്ക് എത്തുന്നതാണ്. അത് ചിലപ്പോൾ ശബ്ദമുഖരിതമായിരിക്കുകയില്ല, പക്ഷേ അത് സ്വർഗീയമായ ശബ്ദകോശങ്ങൾക്ക് ആ അനുഭവത്തിലേക്ക് നമുക്ക് കയറി ചെല്ലാനായിട്ട് സാധിക്കും. ആ അനുഭവം നമുക്ക് അനുഭവവേദ്യമാക്കുവാനായിട്ട് സാധിക്കും. ദൈവകൃപ നമ്മളതിനെ സഹായിക്കട്ടെ. തുടർന്ന് പറയുന്നതിൻ്റെ വീര്യപ്രവർത്തനങ്ങൾ അവനെ സ്തുതിപ്പീൻ, അവൻ്റെ മഹിമാദിക്കുന്ന അക്കൗണ്ട് അവനെ സ്തുതിപ്പീൻ. 3, 4, 5 വാക്യങ്ങളും ഇതൊക്കെ നമുക്കിന്ന് ചിന്തിക്കുകയാണ്. അവിടെ നമ്മൾ കാണുകയാണ്, കാഹളനാദത്തോടെ അവനെ സ്തുതിക്കുകയും വീണയോടും കിന്നരത്തോടും കൂടെ അവനെ സ്തുതിക്കുകയും തപ്പിനോടും നൃത്തത്തോടും കൂടെ അവനെ സ്തുതിക്കുവീൻ, തന്ത്രിനാദത്തോടും കുഴലിനോടും കൂടെ അവനെ സ്തുതിക്കുവീൻ, ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിക്കുവീൻ, അത്യുച്ചളനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിക്കുവീൻ. ഇവിടെ പറയണം, അവൻ്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം സ്തുതിക്കാൻ പറഞ്ഞിട്ട് എങ്ങനെ സ്തുതിക്കണം? വാദ്യോപകരണങ്ങളുടെ ഒരു പട്ടികയാണ് അവിടെ പറയുന്നത്. കാഹളനാദം, ട്രംഫറ്റ്, കാഹളനാദം. ഇസ്രായേൽ ജനത്തിന് യുദ്ധത്തിന് പുറപ്പെടാനൊരു കാഹളമൂതും, ആരാധനയ്ക്കായിട്ടൊരു കാഹളമൂതും, അങ്ങനെ പല രീതിയിൽ അതിൻ്റെ ആ ശബ്ദത്തിന് വേരിയേഷൻ വരും. അവർക്കറിയാം ഇത് എന്തിനുള്ള ആഹ്വാനമാണ്, യുദ്ധത്തിനുള്ള ആഹ്വാനമാണോ, യുദ്ധത്തിന് പുറപ്പെടാനുള്ള ആഹ്വാനമാണോ, അത് പാളയം യാത്ര പുറപ്പെടാനുള്ള കാഹളനാദമാണോ, അതൊക്കെ നമ്മൾ പഴയ നിയമത്തിലൊക്കെ കാണുന്നുണ്ട്. അവർ പാളയം പുറപ്പെടുമ്പോൾ ഉച്ചത്തിൽ കാഹളമൂതും. അതിനെണ്ണമുണ്ട്, ഇത്ര എണ്ണം എന്നൊക്കെ പറയുമ്പോൾ. ഈ പൗരസ്ത്യ സഭകളിലൊക്കെ ഈ റിംഗ് ബെൽ, ആരാധനയ്ക്കായി മണി മുഴക്കുന്ന സമയത്ത് ഓരോന്നിനും അർത്ഥമുണ്ട്. ഇത്ര ബെല്ല്, ഇത്ര ഇത്, ഇന്നതിന് ഇത്ര സമയത്തേക്ക് ഇത്ര മണി പ്രാർത്ഥന, അതിന് ഓരോ അടയാളങ്ങളുണ്ട്. അതിന് എന്തിനാണ് മണി എന്ന് പറയുന്നത്? നമ്മൾ പറയും അപായ സൂചനകളായിട്ട് അത് മണി ഒരുമിച്ച് അത് ധൃതിയിലടിക്കുക, കൂട്ടമണി അടിക്കുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അപായ സൂചനകൾ വരുമ്പോൾ എന്ന് പറഞ്ഞ പോലെ ആരാധനയിലും ഇവിടെ പറയുന്ന കാഹളനാദം അത് വ്യത്യസ്തമായ രീതിയിലുണ്ട്. കാഹളനാദത്തോടെ അവനെ സ്തുതിക്കണം, വീണയോടും കിന്നരത്തോടും കൂടെ അവനെ സ്തുതിക്കണം, തപ്പിനോടും നൃത്തത്തോടും കൂടെ അവനെ സ്തുതിക്കണം, തന്ത്രനാദത്തോടും കുഴലിനോടും കൂടെ അവനെ സ്തുതിക്കണം, ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പീൻ, അത്യുച്ചളനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പീൻ. ഇവിടെ ഈ സ്തുതിയുടെ പ്രത്യേകത പറയുന്നത് സെന്റ് അഗസ്റ്റിൻ എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് എല്ലാം ചേർന്നാണ്, നമ്മുടെ അവയവങ്ങളെല്ലാം ചേരുകയാണ്. ഇപ്പം വീണ എന്ന് പറയുമ്പോൾ ഗിറ്റാർ എന്ന് നമുക്ക് പറയാം, ഗിറ്റാർ എന്ന് പറയാം. ഗിറ്റാർ ഇതാണ് കൈവിരലുകൾ അല്ലേ, കൈവിരലുകളാണ്. കൈത്താളം, സിമ്പിൾസ് എന്ന് പറയുമ്പോൾ, ഈ കൈത്താളം എന്ന് പറയുന്നത് ശരിക്കും സിമ്പിൾസ് എന്നാണ് പറയുന്നത്. റൗണ്ടിലിരിക്കും, അത് കിളിക്കുമ്പോൾ കിലുകില ശബ്ദം കേൾക്കുന്ന കൈത്താളം, അതിന് ടാമ്പറിൻ എന്നൊക്കെ പറയും, സിമ്പിൾസ് എന്ന് പറയും, ടാമ്പറിൻ അല്ലെങ്കിൽ പറയും. ഈ കൈത്താളങ്ങളോട് എന്ന് പറയുന്നതിനൊക്കെ ഇംഗ്ലീഷിൽ സിമ്പിൾസ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ടാമ്പറിൻ എന്ന് പറയും. മിരിയാമൊക്കെ തപ്പെടുത്ത് ദൈവ സ്തുതിക്കുന്നു പറയുമ്പോൾ ആ ഒരു ഉപകരണമാണ് എടുത്ത് സ്തുതിക്കുന്നത്. നമുക്ക് കയ്യിൽ വെച്ച് തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ എല്ലാ വാദ്യോപകരണങ്ങളും ദാവീദൊക്കെ വായിക്കുമ്പോൾ അത് വായിക്കുമ്പോൾ എന്താണ്, നമ്മൾ അതരം കൊണ്ടാണ് നമ്മുടെ ശ്വാസം എടുത്തുകൊണ്ട് ശ്വാസം കൂടെ അതിനകത്തേക്ക് ചെല്ലുകയാണ്. ശ്വാസം കൂടെ ചേർന്ന് അതിലേക്കത് സംഗീതമായിട്ടത് മാറി ദൈവസ്തുതികൾ ഉയർക്കുകയാണ്. തപ്പിനോടും നൃത്തത്തോടും, തപ്പ് നമ്മുടെ കൈത്താളങ്ങളാണ് അതിനെ പറയുന്നത്. നൃത്തം, കാലുകൾ ചലിക്കപ്പെടുന്നു. അപ്പോൾ ഇതെല്ലാം ചേർന്നാണ് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഉച്ചനാദമുള്ള കൈത്താളങ്ങൾ എല്ലാം ചേർന്നുള്ള ഒരു ദൈവസ്തുതിയാണ് ഇവിടെ നമുക്ക് സങ്കീർത്തനക്കാരൻ വിവരിച്ചു തരുന്നത്. ഇത് നമുക്ക് പല അനുഭവങ്ങളിലേക്ക് നമുക്ക് വരാൻ പറ്റും. ഇപ്പോൾ ആരാധനാ രീതികളിൽ പല പോസ്റ്റർ പല നിന്നുകൊണ്ട് ആരാധിക്കുന്നവരുണ്ട്. മുഴങ്കാൽ മടക്കുന്ന ആരാധനയിൽ മുഴങ്കാൽ മടക്കുന്ന അനുഭവങ്ങളുണ്ട്. കൈ ഉയർത്തി, ഇപ്പോൾ കറുത്ത പ്രാർത്ഥനയൊക്കെ ചെല്ലുമ്പോൾ കൈ ഉയർത്തി പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ പലപ്പോഴും നമ്മളത് ചെയ്യുന്നില്ല. വിശുദ്ധന്മാർ സഭ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ എന്ന് പറയും. അപ്പോൾ കൈകൾ ഉയർത്തി, ഇപ്പോൾ ഈ പൗരസ്ത്യ സഭകളിലേക്ക് പ്രത്യേകിച്ച് ആരാധനയിൽ അതിനെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നവർ മാത്രം ഈ അടയാളങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നു അല്ലെ, പല ഇതിലും. അപ്പോൾ ഓരോ വിശ്വാസിയുടെ ജീവിതത്തിൽ അപ്രകാരം തന്നെ ഇപ്പോൾ കുമ്പിട്ട് പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങളുള്ളവരുണ്ട്. ശരീരം മുഴുവനും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്. ശരിക്കും അതൊക്കെ നമസ്കരിക്കുക, കുമ്പിടുക എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ തിരുവചനത്തിൻ്റെ അടിസ്ഥാനം തന്നെയാണ് അതൊക്കെ എന്ന് പറയുന്നത്. കാരണം വെളിപാട് പുസ്തകത്തിൽ വരുമ്പോൾ കുഞ്ഞാടിൻ്റെ സിംഹാസനത്തിന് 24 മൂപ്പന്മാരും
കുഞ്ഞാടിന് മുമ്പാകെ തങ്ങളുടെ കിരീടങ്ങളെ താഴെയിട്ടുകൊണ്ട് അവർ വീണു വണങ്ങുകയാണ്, ദൈവത്തെ സ്തുതിക്കുകയാണ്, വീണു വണങ്ങി കുമ്പിട്ടവിടെ നമസ്കരിക്കുകയാണ് ദൈവത്തെ. ഇപ്പം ആരാധനയിൽ വ്യത്യസ്തമായ ഭാവങ്ങളുണ്ട്, പക്ഷേ എല്ലാറ്റിനും ഉപരി നമ്മുടെ അന്തരംഗത്തിൽ ഈ ദൈവത്തിൻ്റെ സാന്നിധ്യ ബോധം നമുക്കുണ്ടായിരിക്കണം. ചിലമ്പുന്ന അതായത് വെറും കൈത്താളങ്ങളായി ഈ വെള്ളമില്ലാത്ത കലം മുഴങ്ങുന്ന പോലെ നമ്മൾ പറയല്ലേ, വെള്ളമില്ലാതെ ഓടുന്ന മേഘങ്ങൾ പോലെ വെറും ചവർണമായിരിക്കും. വെറും ഒച്ചപ്പാടും ബഹളവും മാത്രമല്ല, അത് നിറഞ്ഞ സ്തുതിയായിരിക്കണം. അത് ജീവിത അനുഭവമുള്ള സത്യമായ സ്തുതികളായിരിക്കണം. ദൈവമേ സ്തുതി എന്ന് പറയുമ്പോൾ ആത്മാർത്ഥതയോടെ അത് അറിഞ്ഞുകൊണ്ട് തന്നെ ദൈവത്തെ സ്തുതിക്കാനായിട്ട് സാധിക്കണം. വാക്കുകളല്ല, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനുമല്ല, എന്നാൽ കർത്താവേ എന്ന് വിളിക്കുമ്പോൾ ആ ഒരു ബന്ധത്തിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് അതിന് പങ്കുചേരാനായിട്ട് പറ്റണം. ഇവിടെ പറയുകയാണ് ദൈവത്തെ സ്തുതിക്കുക, എല്ലാറ്റിലും ചേർന്ന് ദൈവത്തെ സ്തുതിക്കാൻ. ഇൻറ്റിമസി വിത്ത് ഗോഡ് എന്ന് പറയും. അങ്ങനെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അത് നമ്മളിൽ തന്നെ ആത്മഹർഷമായിട്ട് മാറും. നമ്മളിൽ തന്നെ ആത്മഹർഷമായിട്ട് നമ്മുടെ അന്തരംഗത്ത് തന്നെ. ഇപ്പം നമ്മൾ കാണുന്നുണ്ട്, ആ മുടന്തന് സൗഖ്യം സാധിച്ചപ്പോൾ അവൻ എഴുന്നേറ്റ് തുള്ളിച്ചാടിയെന്നാണ് പറയുന്നത്. മറ്റുള്ളവർക്ക് അതിന് വിലക്കാം, നീ എന്തിനാണ് ഈ തുള്ളിച്ചാടുന്നത്? പക്ഷെ അവനറിയാം അതിൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. നടക്കാൻ പറ്റാത്ത മുടന്തനായിരുന്ന മനുഷ്യൻ, ജന്മനാ മുടന്തനായ, അവർക്കൊക്കെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ കിട്ടുമ്പോൾ അവർക്ക് സന്തോഷിക്കില്ല. അവർക്ക് എന്താണ്? എന്നാൽ ആ സന്തോഷത്തിൽ സന്തോഷിക്കാൻ സാധിക്കാതെ മാറി നിന്ന് കുറ്റം പറയുന്നവർ അവിടെ നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? അവർ നിയമങ്ങൾക്കുമൊക്കെ വിധേയപ്പെട്ടാണ് ജീവിക്കുന്നത്. മനുഷ്യൻ്റെ നന്മയേക്കാൾ അവർ ഈ പ്രമാണങ്ങൾ ആചരിക്കുന്നതിനാണ്, ആചാരങ്ങൾക്കാണ് അവർ മുഖ്യസ്ഥാനം കൊടുത്തിരുന്നത്. എന്നാൽ ദൈവികമായ അനുഭവങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ദൈവപ്രവർത്തികൾക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ വാതിലുകൾ, മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ വാതിലുകൾ നമുക്ക് തുറക്കപ്പെടുവാനായിട്ട് സാധിക്കണം. അവരുടെ ജീവിതത്തിലും ദൈവിക പ്രവൃത്തി കണ്ട് അവരനുഭവിക്കുന്ന നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാനായിട്ട് സാധിക്കണം. നമ്മുടെ മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവിതത്തിലും ദൈവം ചെയ്ത നന്മകൾ നമ്മൾ എണ്ണണം. എന്നിട്ട് അവർക്ക് വേണ്ടി ദൈവത്തെ സ്തുതിക്കാനായിട്ട് സാധിക്കണം. നമ്മുടെ കുടുംബത്തിലാകട്ടെ, നമ്മുടെ കൂട്ടായ്മകളിലാകട്ടെ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലാകട്ടെ, നമ്മുടെ സ്വന്തം സഹചാരികളാകട്ടെ, നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവരിലാകട്ടെ, എല്ലാവരിലും ദൈവപ്രവൃത്തി ദർശിക്കുവാനായിട്ടുള്ള ഒരു വാഞ്ച നമുക്കുണ്ടാകണം. കർത്താവെ, അവരും ഈ ദൈവത്തെ കണ്ടെത്തുവാനായിട്ട് ഇടയായി തീരണമെന്നുള്ളൊരു അഭിവാഞ്ച നമ്മളിൽ ഉണ്ടാകണം. അങ്ങനെ എല്ലാറ്റിലും ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഇടയായി തീരണം. അതിനായിട്ട് നമുക്ക് ദൈവത്തിന് നമ്മളെ തന്നെ അർപ്പണം ചെയ്യണം മുഴുവനായി. ഇവിടെ ശരീരാത്മദേഹികളെല്ലാം, കൈകളും വിരലുകളും കാലുകളും എല്ലാം മുഴുവനായി നമ്മളെ തന്നെ അംഗം പ്രത്യംഗമായി എന്ന് പറയും, എല്ലാ അവയവങ്ങളുമെല്ലാം നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് വിശുദ്ധമായ ആയുധങ്ങളായി സമർപ്പിക്കുമെന്ന് പറയും. റോമലേഖനം 6-ാം അധ്യായത്തിലെല്ലാം ഉപകരണങ്ങളായിട്ട് സമർപ്പിക്കണം. ദൈവത്തിൻ്റെ ആയുധങ്ങളായിട്ട്, ദൈവത്തിൻ്റെ ഉപകരണങ്ങളായിട്ട് നമ്മുടെ ശരീരം മാറട്ടെ. അതിനുകൊണ്ട് നമ്മളെ തന്നെ നമുക്ക് അർപ്പണം ചെയ്യാം. ദൈവസ്തുതിയാൽ നിറയപ്പെടാൻ, ദൈവ നന്ദിയാൽ നിറയപ്പെടാൻ, പിറുവെറുപ്പും വാദവും കലഹവും എല്ലാം നീങ്ങിപ്പോകുവാൻ, ദൈവസ്തുതി കൊണ്ട് പൂരിതമായി തീരുവാൻ നമ്മുടെ ജീവിതങ്ങൾ. അങ്ങനെ ആനന്ദതുല്യമായ ജീവിതം നയിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ രൂഹ നമ്മളെ സഹായിക്കട്ടെ. നമുക്കതിനായി നമ്മളെ തന്നെ അർപ്പണം ചെയ്യാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, നന്ദിയോടെ ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു. ദൈവസ്തുതി നിറഞ്ഞ ജീവിതങ്ങളായി ഞങ്ങളുടെ ജീവിതങ്ങളെ മാറ്റി തീർക്കണമേ. അവരുടെ ആ സന്തോഷ ദൈവത്തെ സ്തുതിക്കുന്നത് ബഹുദൂരം കേട്ടുവെന്ന് ഞങ്ങൾ തിരുവനന്തപുരത്തിൽ കാണുന്നുണ്ട്. ദേവാലയത്തിന് അടിസ്ഥാനമിട്ടപ്പോൾ അവരുടെ സ്തുതി ബഹുദൂരം കേട്ടുവെന്ന്. കരച്ചിലും സ്തുതിയും എല്ലാം ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവം പഴയ നിയമത്തിലും തിരുവനന്തപുരത്തിലും ഒക്കെ ഞങ്ങൾ കാണുന്ന കർത്താവേ, ദൈവിക നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ മൗനമായിരിക്കാതെ ദൈവത്തിന് സ്തുതി പാടേണ്ടതിന് തന്നെയെന്ന് തിരുവനെ ഞങ്ങൾ ഓർക്കട്ടെ. ദൈവത്തെ സ്തുതിക്കാൻ ഞങ്ങളെ അവിടുന്ന് പരിശീലിപ്പിക്കണമേ, അഭ്യസിപ്പിക്കണമേ. ദാവീദിൻ്റെ വിരലുകളെ പോരിന് അഭ്യസിപ്പിച്ചതുപോലെ ഞങ്ങളെ സ്തുതി അഭ്യസിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തുതിക്കുവാൻ ഞങ്ങളെ ഇവിടെ സഹായിക്കണമേ, സംഗതി വരുത്തണമേ. ഇവിടുത്തെ ആത്മാവിനായി ഞങ്ങളെ നയിക്കണമേ, നിറയ്ക്കണമേ, എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. ഇത്രത്തോളം നല്ല കൃപയ്ക്കായ സ്തുതി മഹത്വമുള്ളത് മാത്രം എടുക്കണം. പിതൃത്വ പരിശുദ്ധാത്മാവദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ജീവിപ്പാനായിട്ട് തന്നെ. ആമേൻ. യേശുവേ കരുണാമയ, നാഥനേ ലോകരക്ഷക, ആത്മാവിൻ സ്വാതന്ത്ര്യത്തോടെ രക്ഷയിൻ സന്തോഷത്തോടെ സൗഖ്യവും ശാന്തിയുമരുളും യേശു സവിധേ ഉല്ലസിച്ചിടുവാൻ. യേശുവേ കരുണാമയ, നാഥനേ ലോകരക്ഷക.